ദിർഹത്തിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞതോടെ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ നാട്ടിലേക്ക് പണമയക്കാൻ കൂടുതൽ താൽപര്യം കാണിക്കുകയാണ്. രൂപയുടെ മൂല്യം കുറയുമ്പോൾ അതേ അളവിലുള്ള ദിർഹത്തിന് ഇന്ത്യയിൽ കൂടുതൽ രൂപ ലഭിക്കുന്നതിനാൽ പ്രവാസികൾക്ക് ഇത് സാമ്പത്തികമായി അനുകൂലമായ സാഹചര്യമാണ്. നിലവിൽ ഒരു UAE ദിർഹത്തിന് 26.23 രൂപ ലഭിക്കുന്ന നിലയിലേക്കാണ് വിനിമയ നിരക്ക് എത്തിയിരിക്കുന്നത്. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നായതിനാൽ നിരവധി പ്രവാസികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലായി രൂപയുടെ മൂല്യത്തിൽ തുടർച്ചയായ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. നേരത്തെ ഒരു ദിർഹത്തിന് 26.08 രൂപ ലഭിച്ചിരുന്ന നിരക്ക് പിന്നീട് 26.19 രൂപയിലേക്കും ഇപ്പോൾ 26.23 രൂപയിലേക്കും ഉയർന്നു. ഈ മാറ്റം ചെറുതാണെന്ന് തോന്നുമെങ്കിലും വലിയ തുകകൾ നാട്ടിലേക്ക് അയക്കുന്നവർക്ക് ആയിരക്കണക്കിന് രൂപയുടെ അധിക നേട്ടമാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെ പ്രവാസികൾ വിനിമയ നിരക്കിലെ ഓരോ മാറ്റവും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി വിവിധ എക്സ്ചേഞ്ച് ഹൌസുകളും വ്യക്തമാക്കുന്നു. പലരും മുഴുവൻ തുകയും ഒരേ സമയം അയക്കുന്നതിന് പകരം ഘട്ടം ഘട്ടമായാണ് പണം കൈമാറുന്നത്. ഒരു ഭാഗം ഇപ്പോൾ അയച്ച ശേഷം വിനിമയ നിരക്ക് ഇനിയും ഉയരുകയാണെങ്കിൽ ശേഷിക്കുന്ന തുക പിന്നീട് അയക്കാമെന്ന കണക്കുകൂട്ടലാണ് സ്വീകരിക്കുന്നത്. വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ കണക്കിലെടുത്താണ് ഈ തന്ത്രമെന്ന് എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ പറയുന്നു. രൂപയുടെ മൂല്യം ഇടിയുന്നത് പ്രവാസികൾക്ക് നേട്ടമാണെങ്കിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അതത്ര അനുകൂലമല്ല. അസംസ്കൃത എണ്ണ ഉൾപ്പെടെയുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരുന്നതിനാൽ ഇറക്കുമതി ചെലവ് വർദ്ധിക്കും. ഇതിലൂടെ വിലക്കയറ്റ സമ്മർദ്ദം ഉയരാനും വ്യാപാര കമ്മി വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിദേശ കടബാധ്യതകളുടെ തിരിച്ചടവും കൂടുതൽ ചെലവേറിയതാകാം. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾക്ക് നിലവിലെ സാഹചര്യം ആശ്വാസകരമാണ്. കുടുംബ ചെലവുകൾ, ഭവന വായ്പ, വിദ്യാഭ്യാസ ചെലവ്, ചികിത്സാ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി നാട്ടിലേക്ക് സ്ഥിരമായി പണം അയക്കുന്നവർക്ക് ഇപ്പോൾ കൂടുതൽ രൂപ ലഭിക്കുന്നതിനാൽ സാമ്പത്തിക ഭാരം ഒരു പരിധിവരെ കുറയുന്നു. ഓണവും മറ്റ് ആഘോഷങ്ങളും മുന്നിൽ കണ്ടും നിരവധി പേർ പണമയക്കൽ വേഗത്തിലാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ രൂപ മാത്രമല്ല മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ കറൻസികളിലും സമ്മർദ്ദം തുടരുകയാണ്. ഫിലിപ്പൈൻ പെസോയും സമീപകാലത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകൾക്ക് അടുത്താണ് വ്യാപാരം നടത്തുന്നത്. ദിർഹത്തിനെതിരെ ഫിലിപ്പൈൻ പെസോയുടെ വിനിമയ നിരക്ക് 16 മുതൽ 16.48 വരെയാണ്. US ഡോളറിന്റെ ശക്തി, ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം, നിക്ഷേപ പ്രവാഹങ്ങളിലെ മാറ്റങ്ങൾ എന്നിവയാണ് പെസോയുടെ മൂല്യത്തെയും ബാധിക്കുന്നത്. പാകിസ്ഥാൻ രൂപയും ദുർബല നിലയിലാണ് തുടരുന്നത്. നിലവിൽ ഒരു ദിർഹത്തിന് ഏകദേശം 75.67 പാകിസ്ഥാൻ രൂപ ലഭിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ രൂപയുടെ വിനിമയ നിരക്കിൽ കാര്യമായ മാറ്റമില്ലെങ്കിലും താഴ്ന്ന നിലവാരത്തിലാണ് വ്യാപാരം തുടരുന്നത്. അന്താരാഷ്ട്ര സാമ്പത്തിക സാഹചര്യങ്ങൾ, US ഡോളറിന്റെ മുന്നേറ്റം, ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടം, ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവയാണ് വരും ദിവസങ്ങളിലെ വിനിമയ നിരക്കിനെ പ്രധാനമായും സ്വാധീനിക്കുക. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയും ആഗോള ധനവിപണിയിലെ അനിശ്ചിതത്വവും കറൻസി വിപണിയിൽ പ്രതിഫലിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. നേരത്തെ US ഇറാൻ സംഘർഷം രൂക്ഷമായ ഘട്ടത്തിലും രൂപയുടെ മൂല്യം ഗണ്യമായി ഇടിഞ്ഞിരുന്നു. അന്ന് ഒരു ദിർഹത്തിന് ഏകദേശം 25.80 രൂപ ലഭിക്കുന്ന നിലയിലേക്കാണ് വിനിമയ നിരക്ക് ഉയർന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിലും ആഗോള സാമ്പത്തിക സംഭവ വികാസങ്ങൾക്കനുസരിച്ച് രൂപയുടെ മൂല്യത്തിൽ കൂടുതൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് വിലയിരുത്തൽ. അതിനാൽ വിനിമയ നിരക്കിലെ ഓരോ മാറ്റങ്ങളും പ്രവാസികളും ധനവിപണിയും ഒരുപോലെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.